മുൻ ഭർത്താവ് അനിയത്തിയായ അമ്മുവിനെ ചേർത്തുപിടിച്ച് ചുംബിക്കുന്നത് കാണുന്നത് പെണ്ണ് കാണാൻ വരുന്നവരുടെ മുന്നിലേക്ക് ഞാൻ ഒരുങ്ങിയിറങ്ങുമ്പോഴായിരുന്നു. അവരുടെ നല്ല നിമിഷങ്ങൾ നശിപ്പിക്കണ്ട എന്ന് ഓർത്ത് തൊണ്ടക്കുഴിയിൽ വിങ്ങിയ കരച്ചിലടക്കി മുകളിലെ മച്ചിന്റെ വശത്തേക്ക് ഓടുമ്പോഴാണ് അടുക്കളയിൽ നിന്നും അമ്മയുടെ വിളി വരുന്നത്. അവർ വന്നിട്ടുണ്ടെന്ന്. ഒരിക്കൽ കൂടി ഒരു വിവാഹ പരീക്ഷണം. ശബ്ദം പുറത്തു വരാതിരിക്കാനായി വാ പൊത്തി കരയുമ്പോൾ രാവിലെ അനിയത്തിയായ അമ്മു അണിയിച്ച ചായങ്ങളെല്ലാം കണ്ണീരിൽ കുതിർന്ന് ഒലിച്ചിറങ്ങുന്നത് ഞാൻ അറിഞ്ഞു. അല്പനേരം ശബ്ദമില്ലാതെ കരഞ്ഞപ്പോൾ മനസ്സിനൊരാശ്വാസം കിട്ടി. കണ്ണുകൾ തുടച്ചു. രാവിലെ ഉടുത്ത സാരി ഒന്നും കൂടി നേരെയാക്കി അമ്മുവിന്റെ മുറിയുടെ മുന്നിലൂടെ പോകാതെ പതിയെ പുറകുവശത്തോടെ അടുക്കളയിലേക്ക് നടന്നു. അല്ലെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ 2 ദിവസം മുൻപുവരെ എന്റെ ഭർത്താവായിരുന്ന ആൾ എന്റെ സ്വന്തം അനിയത്തിയെ ചേർത്തു. പിടിക്കുന്നത് കാണേണ്ടിവരും. അടുക്കളയുടെ ചായ്പിലേക്ക് കയറിയപ്പോലെ കേട്ടു. അടുക്കളയിൽ നിന്ന് അമ്മായിയുടെ അടക്കിപ്പിടിച്ച ശബ്ദത്തിലുള്ള പറച്ചിൽ. എന്റെ കല്യാണി, നിനക്ക് പിടിപ്പില്ലാത്തതുകൊണ്ടാ ഇവിടെ ഇങ്ങനൊക്കെ നടക്കുന്നേ. ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞിട്ടെന്താ കാര്യം? വെറും ഒരു സെയിൽസ് ഗേൾ അല്ലേ അമൃത? അവളെ രാഹുലിന് കെട്ടിച്ചു കൊടുത്തത് തന്നെ അബദ്ധമായിപ്പോയി. അല്ലെങ്കിലും ഡോക്ടറായ അഹല്യമോൾക്ക് തന്നെയാ എഞ്ചിനീയറായ രാഹുൽ ചേരുന്നേ. ഇവളെ വരുന്ന ആർക്കിലും പിടിച്ചുകൊടുത്തിട്ട് അഹല്യമോളുടെ കല്യാണം ഗംഭീരായിട്ട് നടത്താൻ നോക്ക്. ഞാനും അങ്ങനെയാ ഓർക്കുന്നേ രാധേച്ചി. ഞാനാദ്യം ഓർത്തെ രാഹുൽ മോന്റെയും അമ്മുമോളുടെയും കല്യാണം നടത്തിയതിനുശേഷം പതിയെ അമൃതയെ കെട്ടിക്കാന്നാ. പക്ഷേ മാധവേട്ടൻ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. പണ്ട് മാധവൻ തളർന്നു കിടന്നപ്പോൾ അമൃത പഠിത്തം നിർത്തി ജോലിക്കിറങ്ങിയതിന്റെ ഒരു സെന്റിമെന്റ്സാ പുള്ളിക്ക് ഇപ്പോഴും. അമ്മുമോളുടെ ജോലിയുടെ സ്റ്റാറ്റസൊന്നും പുള്ളിക്ക് നോട്ടമില്ലെന്നേ. അമ്മയുടെ വാക്കുകൾ കേട്ടതും ചെവിയിൽ ഈയ മുരുക്കി ഒഴിച്ചതുപോലെ തോന്നിപ്പോയി. കുറച്ചുനാൾ കുടുംബം നോക്കിപ്പോലും. ഡിഗ്രി 2ാം വർഷം പഠിക്കുമ്പോൾ ഒരു ആക്സിഡന്റ് പറ്റിയാണ് അച്ഛൻ വീണുപോയത്. വീട്ടുപണി മാത്രമറിയാവുന്ന അമ്മ 2 പെൺമക്കളെയും കൂട്ടിമരിക്കാം എന്ന് അച്ഛനോട് പറയുന്ന കേട്ടതിന്റെ പിറ്റേന്നു മുതൽ ജോലിക്ക് ഇറങ്ങിയതാണ്. ആദ്യമൊക്കെ ജീവിതത്തിന്റെ 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ ജോലിക്ക് നിന്നിരുന്ന ടെക്സ്റ്റൈൽ ഷോപ്പ് തൂത്തു തുടച്ചിട്ടുവരെയുണ്ട്. എല്ലുമുറിയെ പണിയെടുത്താണ് താൻ കുടുംബം കരകയറ്റിയത്. അച്ഛൻ പഴയപോലെ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടും താൻ ജോലി വിട്ടിരുന്നില്ല. അമ്മുവിന്റെ നല്ല ഭാവി മാത്രമായിരുന്നു അപ്പോൾ ലക്ഷ്യം. കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും 1 രൂപ പോലും മാറ്റിവെക്കാതെ മുഴുവനായി അവളുടെ കെയിൽ ഏൽപ്പിക്കുകയായിരുന്നു പതിവ്. അവളാണ് തന്നെ ചതിച്ചത്. ഇതിനിടയിൽ പ്രൈവറ്റായി ഡിഗ്രി എഴുതിയെടുക്കുകയും പിജിക്ക് ജോയിൻ ചെയ്യുകയും ചെയ്തു. കഥയുടെ ബാക്കി അക്ഷരതാളുകൾ ആപ്പിൽ ലഭ്യമാണ്.